നമസ്കാരം. ന്യൂസ് അറ്റ്നുവിലേക്ക് സ്വാഗതം. ശാസ്താംകോട്ടക്കായലിന്റെ പഠനത്തിനും സംരക്ഷണത്തിനുമായി ചെലവഴിക്കപ്പെട്ടത് ലക്ഷങ്ങളാണ്. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി ചെലവഴിച്ച തുകയാണ് പുറത്തു വന്നിരിക്കുന്നത്. 76.41 ലക്ഷം രൂപയാണ് തണ്ണീർത്തട അതോറിറ്റി കഴിഞ്ഞ 6 വർഷം ചെലവഴിച്ചത്. തടാക നിരീക്ഷണം, സർവേ, പഠനം, അമൃതോത്സവം എന്നീ പദ്ധതികൾക്കായി ചെലവഴിച്ചത് ലക്ഷങ്ങളാണ്. കായൽ കൂട്ടായ്മ കൺവീനർ എസ് ദിലീപ് കുമാറിന് ലഭിച്ച വിവരാവകാശ രേഖയിൽ ചെലവഴിച്ച തുകയെ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. BM സർവേക്കായി 11,74,000 രൂപ, പക്ഷി നിരീക്ഷണത്തിനായി 2,40,000 രൂപ, മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ പഠനത്തിനായി 9 ലക്ഷം രൂപ, കായലിലെ പായൽ നീക്കം ചെയ്യുന്നതിനും ഗ്രാമീണ ദാരിദ്ര്യമുക്തി കേന്ദ്രത്തിനുമായി 3 ലക്ഷം രൂപ, ആസാദിക്ക അമൃത് മഹോത്സവത്തിനായി 95,000 രൂപ, വൃഷ്ടിപ്രദേശ സംരക്ഷണത്തിനായി 40,000 രൂപ, തണ്ണീർത്തട പരിപാലനം, നിരീക്ഷണം എന്നിവയ്ക്ക് 25,53,000 രൂപ എന്നിങ്ങനെയാണ് ചെലവായ തുകയുടെ കണക്ക്. വിവരാവകാശ രേഖയിലൂടെ ഈ കണക്കുകൾ പുറത്തെത്തിച്ച കായൽ കൂട്ടായ്മ കൺവീനർ എസ് ദിലീപ് കുമാർ പറയുന്നത് കേൾക്കാം. കേരളത്തിലെ റാംസാർ സൈറ്റിൽപ്പെട്ട ഒരു തടാകം കൂടിയാണ് ശാസ്താംകോട്ട ശുദ്ധജല തടാകം. അപ്പോൾ ശാസ്താംകോട്ടയും അതുപോലെ തന്നെ അഷ്ടമുടിക്കായലും വേമ്പനാട് കോൾനിലങ്ങളുമാണ് റാംസാർ സൈറ്റിൽപ്പെട്ട കേരളത്തിലെ തണ്ണീർത്തടങ്ങൾ. അപ്പോൾ ഈ തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുന്നതിനും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വേണ്ടിയാണ് സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നത്. തണ്ണീർത്തട അതോറിറ്റിയുടെ വിവിധ ഉദ്യോഗസ്ഥർ ശാസ്താംകോട്ട തടാകത്തിൽ പല തവണകൾ വന്ന് പഠനങ്ങൾ നടത്തുകയും ആ പഠനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ തടാകത്തിന് വിവിധ സംരക്ഷണ പാക്കേജുകൾ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുള്ളത് ഈ തടാകം രക്ഷപ്പെടും, തടാകത്തിൻ്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കും എന്നൊക്കെയാണ്. എന്നാൽ കഴിഞ്ഞ മാസം ഒരു വിവരാവകാശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റി ഈ ശാസ്താംകോട്ട തടാകത്തിന് മാത്രമായി 76.41 ലക്ഷം രൂപ ഇതുവരെ ചെലവാക്കിയിട്ടുണ്ട് എന്നാണ് വിവരാവകാശ രേഖയിൽ നിന്നും നമുക്ക് അറിയുവാൻ കഴിഞ്ഞത്. ഇത് എന്താണ് ഈ 76 ലക്ഷം രൂപ ഈ തടാകത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ എന്ന് ഉള്ള ചോദ്യത്തിന് വിവിധ ഏജൻസികൾ ഈ തടാകത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ, പഠനങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയാണ് ഈ തുകകൾ ചിലവഴിച്ചിട്ടുള്ളത് എന്ന് കേൾക്കുമ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തടാകത്തെ നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ മൃതശരീരങ്ങൾ പഠനത്തിന് വിധേയമാക്കുന്നത് പോലെ ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തെ ഒരു പഠന വസ്തുവായി വിവിധ ഈ പറയുന്ന സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയും അതുപോലെ തന്നെയുള്ള വിവിധ ഏജൻസികൾ ഈ തടാകത്തെ ഒരു മൃതശരീരത്തിന് തുല്യമായി കണ്ടുകൊണ്ട് ഇതിന് പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ വിവിധ കേന്ദ്ര സർക്കാരായാലും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ആയാലും ഫണ്ടുകൾ ചിലവഴിച്ച് കളയുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായലിനെ അതിന് തനിമയോടെ ശുദ്ധതയോടെ നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ തടാകമെന്ന് ഓർമ്മപ്പെടുത്തലോടെ ന്യൂസ് അറ്റ് നൗ.